ഹലോ ഗൈസ്, മൽബുട്ടേക്കാണ്. ഓക്കെ, ഈ ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? നവവധു മരിച്ച നിലയിൽ. അരമംഗലം സ്വദേശി നന്ദന എന്താ പറയുക മരിച്ച നിലയിൽ നിന്നാണ് ന്യൂസ് ഉള്ളത്. ഓക്കെ, അതായത് നന്ദന വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഈ അടുത്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, പല പെൺകുട്ടികളും 18-19 വയസ്സൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോഴത്തേന് പ്രണയമൊക്കെ എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴത്തേന് ഇവരെന്താണ് വീട്ടുകാരെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോയാണ്ട് എന്ത് ചെയ്യാണ്, വേറെ കണ്ണ് ചെറുക്കന്മാരൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ആ ഒരു സമയത്തുണ്ടാവണം. പക്ഷെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പോലെ ആകില്ല കല്യാണം കഴിഞ്ഞവർ പോകുമ്പോൾ. ചെറുക്കന് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവരെ സ്വന്തം വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സുഖ സൗകര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക പോയിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി ആളെ വീട്ടിൽ നിന്ന് കിട്ടാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളെ സ്വഭാവം മാറി കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ആത്മഹത്യ അല്ലാതെ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കണത്. പക്ഷെ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ഒരാൾ വീട് വിട്ടിറങ്ങി എന്ന് വിചാരിച്ച് ആത്മഹത്യ എന്താ കല്യാണം കഴിക്കാൻ പോയ വീട്ടിലത്തെ ആൾക്കാരുടെ കാര്യം എന്താ സ്വഭാവം ശരിയല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ നിൽക്കേണ്ട. പക്ഷെ നമുക്ക് സ്വന്തം ജീവനില്ലേ, നമ്മളെ വളർത്തി വലുതാക്കി അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, ഒരുക്കുണ്ടെങ്കിലും ജീവിക്കാലോ. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, വീട്ടുകാർ പറഞ്ഞത് കേൾക്കാണ്ട് പോയിട്ട് തന്നെയാണ്. ഇത് നമ്മൾ ഒന്നൊന്നല്ല, നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടതാണ്. ഡെയിലി ഓരോ ന്യൂസ് വരുന്നുണ്ട്. എന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടുകാരെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിച്ച് ആത്മഹത്യ ചെയ്തും കൊല്ലപ്പെട്ടിട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ. എനിക്ക് പറയാനുള്ളത് ഇതാണ്, അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഓര് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷെ എപ്പോഴും അത് നന്നായിക്കോളൊന്നും പറയാൻ പറ്റൂല. അറേഞ്ച് മാരേജും ഫ്ലോപ്പ് ഉണ്ട്, ലവ് മാരേജും ഫ്ലോപ്പ് ആയത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല നോക്കി ചൂസ് ചെയ്യാന്ന് പറയാനുള്ളൂ. പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ അല്ലേ വലുത്, അതല്ലാതെ ഇങ്ങനെ കണ്ണി കണ്ട ആൾക്കാരുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? അപ്പോൾ ഇങ്ങനെ 18-19 വയസ്സിൽ ഒളിച്ചോടി പോകുന്നൊക്കെ പറയാനുള്ളത്. വീട്ടുകാരുടെ കാര്യം നോക്കുക, പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തിയതിനു ശേഷം ഒരു 3-4 കൊല്ലം പ്രണയിച്ച ആളുടെ സ്വഭാവമൊക്കെ അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇറങ്ങിപ്പോകാൻ കല്യാണം കഴിക്കാൻ നിൽക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ്.